ഹലോ ഗൈസ്, എൻ്റെ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എൻ്റെ സ്കൂളത്തെ ഇച്ചിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ന്യൂ തിങ്സ് ആണ്. അപ്പം നിങ്ങളെ കാണിച്ചാൽ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ബാഗ്. ഇതിൻ്റെ പേര് വായിക്കാൻ കഴിയും. പക്ഷെ ഇത് അമേരിക്ക ബ്രാൻഡാണ്. ഇത് കളർഫുള്ളും അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങി. ഒരു ഇച്ചിരിയേ ഉള്ളൂ. അതിങ്ങനെ ബ്ലൂ ആയിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ബ്ലൂവാ. അതൊക്കെ ഉള്ളൂ. ഗൈസ്, ഞാൻ ഇച്ചിരി വലിയ ബാഗാണ് വാങ്ങിയത്. എന്താന്ന് വെച്ചാൽ പണ്ടത്തെ ഒക്കെ എനിക്ക് ഇച്ചിരി ചെറിയ ബാഗായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുത്തി കയറ്റേണ്ടിയും വരും, കുത്തി എടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ ബാഗ് വാങ്ങിയത്. ഗൈസ്, ഞാൻ നിങ്ങളെ ലഞ്ച് ബോക്സ് ഇപ്പൊ കാണിച്ചു തരാം. Come on. ഇതാണ് എന്റെ ലഞ്ച് ബോക്സ് ഗൈസ്. ഇതില് ഞാൻ എന്താണ് കാണിച്ചു തരാം. ഇതിലൊരു കാലിപാത്രമുണ്ട്, പണ്ടത്തെ കൂട്ട്. പിന്നെ പണ്ടത്തെ കൂട്ട് ഒരു സ്പൂണും കൂടെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് കൈ വേദനിക്കുമ്പോഴൊക്കെ കോഴി കഴിക്കാൻ. അങ്ങനെ അപ്പൊ എന്റെ ലഞ്ച് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? അടിപൊളിയല്ലേ? ഇത് വേണം ഗൈസ്. എന്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഇച്ചിരി വലുതാണ്. വലുതാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുമല്ലോ, ഫോണും അതൊക്കെ. പക്ഷെ ഞാൻ ഇത്രയും ചോറൊന്നും കഴിക്കില്ല. എന്താ വെച്ചാല് ഞാനിങ്ങനെ കഴിക്കുമ്പോ പുറത്തൊന്നും പോവും. പണ്ടത്തെ ഒക്കെ ചെറിയതായുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുത് വാങ്ങിയതൊക്കെ കേട്ടോ ഗൈസ്. അപ്പോഴേ എനിക്ക് ചോറൊന്നും പുറത്ത് കളയാതെ കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒക്കെ പുറത്ത് പോയി ഇങ്ങനെ ഏജന്മാരൊക്കെ കഷ്ടപ്പെടേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് ഇത് എടുത്ത് വെച്ചിട്ട് ബോസ് എടുക്കാം. ബോസ് കഴിഞ്ഞിട്ട് നമുക്ക് കോടയൊക്കെ നോക്കാം. ഇതിനകത്ത് ഒരു 2 കവറുണ്ട്, പിന്നെ ഒരു കട്ടറുണ്ട്, പിന്നെ ഒരു പെൻസില്. എനിക്ക് ആവശ്യമുള്ള ചിലപ്പം സ്കൂളിലൊക്കെ ഇതിങ്ങനെ കളിക്കാനൊക്കെ ടീച്ചർമാരൊന്നും വന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ. അതിനാണ്. എനിക്കല്ലാതെ ക്ലാസ്സിലെ പേനൊന്നും ഉപയോഗിക്കാറില്ല. ഇത് നമ്മള് പഠിക്കുമ്പോഴൊക്കെ രാത്രി കണ്ടു പോവാണെങ്കിൽ ഇങ്ങനെ എടുത്ത് പഠിക്കറിയാം. അല്ലെങ്കിൽ അതേ പൗസ് ചെയ്താല് ഇങ്ങനെ നോക്കണം. അതിനൊക്കെ ഗൈസ്, ഇവിടെ 2 പെൻസിൽ സ്കെയിലും ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഒരു കട്ടർ ഇതിൻ്റെ ഉള്ളില്, ഒരു കട്ടർ ഇവിടെയും. എന്താ വെച്ചാൽ അത് പോയി കഴിയുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കട്ടർ വേണ്ട. അപ്പൊ ഇത് എടുത്ത് ഇങ്ങനെ കൊണ്ടിക്കണം. വലിയതൊക്കെ ഇവിടെ, ചെറിയതൊക്കെ ഇവിടെ. എന്നിട്ട് ഇത് കളയുന്ന എങ്ങനെ വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് അടച്ചിട്ട് കളയാം. എന്നിട്ട് ഇങ്ങനെ അടച്ചോക്കോ. പിന്നെ നമുക്ക് കുട എടുക്കാം ഗൈസ്. ഇതാണ് എന്റെ പുതിയ കുട. എന്താന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി പിക്കുകളായില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോ അമ്മമാരുടെ ഒക്കെ ഉപയോഗിക്കാന്ന് വിചാരിച്ചാ ഇത് വാങ്ങി വെച്ച്. അമ്മമാർക്ക് ഇത് ഉപയോഗിക്കൂലേ മഴ വരുമ്പോഴൊക്കെ. അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം ഗൈസ്. ഇത് തുറക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നും, ഇത് അടയ്ക്കുമ്പോൾ ഇച്ചിരി ചെറുതായിട്ടും. അങ്ങനെ ഞാനിത് മഴ വരുമ്പോഴൊക്കെ ചെറിയ കുടയൊക്കെ അവളൊക്കെ തലയിലൊക്കെ വരൂലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ കുട മേടിച്ചത്. അപ്പൊ മഴ ഒട്ടും നമ്മുടെ തലയിൽ വീഴൂലല്ലോ. എനിക്ക് ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചാ. നമുക്കെന്നാ ഇത് അടച്ചു വെക്കാം കേട്ടോ ഗൈസ്. ഞാന് ബാഗും ലഞ്ച് ബോക്സും വലിയത് വാങ്ങി, കുട മാത്രം ചെറുത് വാങ്ങിയാൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടാവില്ല ഇങ്ങനെ കയറ്റാന്. അപ്പൊ ഞാൻ ചെറുത് കുട വാങ്ങി. ഇപ്പൊ എനിക്ക് എങ്ങനെ മടക്കി വെക്കേണ്ട പോകുന്നു അറിയില്ല ഗൈസ്. അമ്മേനെക്കോട്ട് ഇതിപ്പോ മടക്കി വെക്കാം. നമുക്കിപ്പോ ഇത് എടുത്ത് മാറ്റി വെക്കാം. ഇതെന്റെ സ്നാക്സ് ബോക്സ് ആണ്. ഇതില് എനിക്ക് എന്തെങ്കിലും ഓറിയോ ബിസ്ക്കറ്റ് എന്തെങ്കിലും
കണ്ടാണ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നില്ല, വെളുത്ത് ബ്രോ. ഇതാണ് എന്റെ വാട്ടർ ബോട്ടിൽ. ഇത് പാത്രത്തിന്റെ ഒന്നും അല്ല, അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാം. എനിക്ക് വെള്ളം കുറെ കൊണ്ടുപോയിട്ട് കുറെ കുടിക്കണം. എനിക്ക് എരിയുമ്പോഴൊക്കെ കുറെ കുടിക്കാനൊക്കെയാണ്. ഈ എരിവൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയിൽ അമ്മ മീൻകറിയൊക്കെ തരുവാണെങ്കിൽ തൊണ്ടയിൽ മുള്ളു കുടുങ്ങുമ്പോഴൊക്കെ കുടിക്കാനൊക്കെ ഈ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം. നമുക്ക് അവസാനത്തെ കളി ഇനി നോക്കാം. ഇതാണ് കേട്ടോ അവസാനത്തെ കളി. ഇതെന്റെ ഒരു സാധനമാണ്. എന്താന്ന് വെച്ചാല് ഇതെന്താന്ന് വെച്ചാല് എന്റെ ബുക്കിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കാനുള്ള സാധനം. സ്പൈഡർമാനിന്റെ എനിക്ക് പേന, പെൻസില് അങ്ങനെയൊക്കെ സാധനമേ ഉള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ കാണിച്ചാൽ ഇതൊരു കട്ടയാണ്. പുറകിൽ നിന്ന് ഇങ്ങനെ കൂർമ്മിച്ചിട്ട് ഇങ്ങനെ കളയാനാ. ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കളയുകയും ചെയ്യാം, അടയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇതൊരു ആണ്. ഇതിലൊരു കട്ടറുണ്ട് ഇങ്ങനെ കൂർമ്മിച്ച് കളയാൻ വേണ്ടി. ഇതിന്റെ മോനെ കൊണ്ടാകുമ്പോ ഇങ്ങനെ കൂർമ്മിക്കാനാണ്. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെയൊക്കെ പതാക എന്തെങ്കിലും ഫ്ലാഗ് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വരയ്ക്കാം. ഇനി എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ചർച്ച.